നമസ്കാരം. എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാസാഗർ മിത്രമലയുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ദ റൈസ് എന്ന് പറയുന്ന ഇൻഷാ പഞ്ചാബിയുടെ ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു. ഈ ഷോർട്ട് സ്റ്റോറിയിലെ കേന്ദ്ര കഥാപാത്രം അഥവാ പ്രൊട്ടാഗണിസ്റ്റ് തരുൺ ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. വലിയ പഠന മികവുള്ള ഒരു വിദ്യാർത്ഥിയോ അതുപോലെ പാഠ്യേതരമായിട്ടുള്ള വിഷയങ്ങളിൽ മികവ് പുലർത്തുന്ന ഒരു വിദ്യാർത്ഥിയോ ആയിരുന്നില്ല തരുൺ എന്ന് പറയുന്നത്. എന്നാൽ അവനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. നല്ല ഒരു ഓട്ടക്കാരനായിരുന്നു തരുൺ എന്ന് പറഞ്ഞാൽ. മണിക്കൂറുകളോളം ക്ഷീണിതനാവാതെ ഓടാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ടായിരുന്നു? തരുണിനുണ്ടായിരുന്നു. നമ്മൾ കഥയിൽ നിന്ന് മനസ്സിലാക്കി. അഥവാ നല്ലൊരു അത്ലറ്റായിരുന്നു നമ്മുടെ തരുൺ എന്ത് ചെയ്തു? നമ്മൾ കഥയിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. തരുണിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബിക്കം ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്. ഈ ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു ഓട്ടക്കാരനാവുക, ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരനാവുക എന്നുള്ളതായിരുന്നു തരുണിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമെന്ന് നമ്മൾ എന്ത് ചെയ്തതാണ്? മനസ്സിലാക്കിയതാണ്. എന്നാൽ തരുണിൻ്റെ ആ സ്വപ്നം എങ്ങനെ നേടിയെടുക്കണമെന്ന് അവനറിയില്ലായിരുന്നു. ഒരുപാട് പ്രതിബന്ധങ്ങൾ അവൻ്റെ മുന്നിലുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു ആ പ്രതിബന്ധങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അവൻ്റെ വീട്ടുകാർ തന്നെയായിരുന്നു അവൻ്റെ പ്രതിബന്ധം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് അവൻ്റെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി. അതായത് നല്ല രീതിയിൽ ട്രെയിനിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല പൈസ ചിലവുണ്ടായിരുന്നു. പക്ഷേ ആ പൈസ ചിലവെന്ന് പറയുന്നത് തൻ്റെ കുടുംബത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് എന്ന് ആർക്കറിയാമായിരുന്നു? തരുണിന് അറിയാമായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കഥയിൽ നിന്ന് എന്ത് ചെയ്ത് മനസ്സിലാക്കിയത്. ഇനി നമുക്ക് കഥയുടെ ബാക്കി ഭാഗത്തിലേക്ക് എന്ത് ചെയ്യാം? കടക്കാം. When Tarun failed in his terminal examinations, his father was very angry with him. His friends too made fun of him. It was a day he wanted to wipe out from his memory, and so he took to running. He ran all around the park. The sun beat down to check his rage, but nothing could stop Tarun. After about an hour, he was fully exhausted, and his fury having subsided, he threw himself on a bench and started panting heavily. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം തരുൺ തൻ്റെ എക്സാമിനേഷൻസിലെല്ലാം പരാജയപ്പെടുകയാണ്. വെൻ തരുൺ ഫെയിൽഡ് ഇൻ ഹിസ് ടെർമിനൽ എക്സാമിനേഷൻസ്, തൻ്റെ വാർഷിക പരീക്ഷയിലെല്ലാം തരുൺ എന്ത് ചെയ്തു? പരാജയപ്പെട്ട സമയത്ത് സ്വാഭാവികമായിട്ടും ഹിസ് ഫാദർ വാസ് വെരി ആംഗ്രി വിത്ത് ഹിം. തരുണിൻ്റെ അച്ഛന് അവനോട് വളരെയധികം എന്ത് തോന്നി? ദേഷ്യം തോന്നി. ഹിസ് ഫ്രണ്ട്സ് ടു മെയ്ഡ് ഫൺ ഓഫ് ഹിം. അച്ഛൻ മാത്രമല്ല, സുഹൃത്തുക്കളും അവനെ എന്ത് ചെയ്തു? മെയ്ഡ് ഫൺ ഓഫ് ഹിം മീൻസ് ടീസ്ഡ് ഹിം. അവനെ എന്ത് ചെയ്തു? കളിയാക്കി, പരിഹസിച്ചു. ഇറ്റ് വാസ് എ ഡേ ഹി വാണ്ടഡ് ടു വൈപ്പ് ഔട്ട് ഫ്രം ഹിസ് മെമ്മറി. തൻ്റെ ഓർമ്മയിൽ നിന്നും തുടച്ചു നീക്കാൻ തരുൺ ആഗ്രഹിക്കുന്ന ഒരു ദിവസമായിട്ട് ആ ദിവസം എന്ത് ചെയ്തു? മാറി. കാരണം അച്ഛൻ അവനോട് ദേഷ്യപ്പെട്ടു, സുഹൃത്തുക്കളെല്ലാം അവനോട് എന്ത് ചെയ്തു? മോശമായിട്ട് പെരുമാറി, അവനെ എന്ത് ചെയ്തു? കളിയാക്കി, പരിഹസിച്ചു, ചിരിച്ചു. അങ്ങനെ വളരെയധികം സങ്കടമുണ്ടായതുകൊണ്ട് തന്നെ, വളരെ അധികം വിഷമം ഉണ്ടായതുകൊണ്ട് തന്നെ തരുൺ സാധാരണഗതിയിൽ വിഷമം ഉണ്ടാകുന്ന ചെയ്യുന്ന പ്രവൃത്തി എന്ത് ചെയ്തു? ഹീ ടുക്ക് ടു റണ്ണിങ്. അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ഓടാനായിട്ട് തുടങ്ങി. തൻ്റെ വിഷമങ്ങളെല്ലാം എന്ത് ചെയ്യുന്നതിന് വേണ്ടി? ഉയർത്തിക്കളയുന്നതിന് വേണ്ടി, റിലീസ് ചെയ്യുന്നതിന് വേണ്ടി അവൻ എന്ത് ചെയ്തു? ഓടാൻ തീരുമാനിച്ചു. ഹി റാൻ ഓൾ അറൗണ്ട് ദ പാർക്ക്. അവൻ ആ പാർക്കിന് ചുറ്റും എന്ത് ചെയ്തു? പല പ്രാവശ്യം, പല ആവൃത്തി എന്ത് ചെയ്തു? ഓടി. ദ സൺ ബീറ്റ് ഡൗൺ ടു ചെക്ക് ഹിസ് റേജ്. സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? അതിശക്തമായിട്ട് താഴേക്ക് തൻ്റെ ചൂടിനെ പ്രവഹിപ്പിക്കുന്നുണ്ടായിരുന്നു. ടു ചെക്ക് ഹിസ് റേജ്, തരുണിൻ്റെ റേജിനെ ചെക്ക് ചെയ്യാനായിട്ട്, തരുണിൻ്റെ ശൗര്യത്തെ, തരുണിൻ്റെ ക്രൗര്യത്തെ എന്ത് ചെയ്യുന്നതിന് വേണ്ടി? ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി, പരീക്ഷിക്കുന്നതിന് വേണ്ടി. ബട്ട് നത്തിങ് കുഡ് സ്റ്റോപ്പ് തരുൺ. പക്ഷേ ഒന്നിനും തരുണിനെ എന്ത് ചെയ്യാനായില്ല? നിയന്ത്രിക്കാനായില്ല, സ്റ്റോപ്പ് ചെയ്യാൻ ആയില്ല. സൂര്യൻ ശക്തമായിട്ടുള്ള ചൂട് പ്രവഹിപ്പിച്ചുകൊണ്ടിരുന്നുവെങ്കിലും അതൊന്നും തരുണിനെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നില്ല? ബാധിക്കുന്നതേ ഉണ്ടായിരുന്നില്ല. ആഫ്റ്റർ എബൌട്ട് ആൻ അവർ, he was fully exhausted, and his fury having subsided, he threw himself on a bench and started panting heavily. അങ്ങനെ മണിക്കൂർ കണക്കിന് സൂര്യൻ്റെ ചൂടിനെ വകവയ്ക്കാതെ എന്ത് ചെയ്തുകൊണ്ടേയിരുന്നു? തരുൺ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരുന്നു. ആഫ്റ്റർ എബൌട്ട് ആൻ അവർ, കൃത്യമായി പറഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ, ഹി വാസ് ഫുള്ളി എക്സ്ഹോസ്റ്റഡ്. തരുൺ പരിപൂർണമായിട്ടും എന്ത് ചെയ്തു? എക്സ്ഹോസ്റ്റഡ് ആയി. ഹി വാസ് ഫുള്ളി ടയേർഡ്. പരിപൂർണമായിട്ട് അവൻ എന്ത് ചെയ്തു? ക്ഷീണിച്ചു. ആൻഡ് ഹിസ് ഫ്യൂരി ഹാവിങ് സബ്സൈഡഡ്. അവൻ്റെ ഫ്യൂരി മീൻസ് അവൻ്റെ ആ ഒരു ശൗര്യം, ദേഷ്യം എന്ത് ചെയ്തു? ഹാവിങ് സബ്സൈഡഡ്, എന്ത് ചെയ്തു? കെട്ടടങ്ങി. അങ്ങനെ അവൻ്റെ ദേഷ്യം കെട്ടടങ്ങി, അവൻ്റെ ശരീരമൊക്കെ സമ്പൂർണ്ണമായിട്ട് ക്ഷീണിച്ചപ്പോൾ ഹീ ത്രൂ ഹിംസെൽഫ് ഓൺ എ ബെഞ്ച്. അവനൊരു ബെഞ്ചിലേക്ക് വന്ന് എന്ത് ചെയ്തു? കുഴഞ്ഞങ്ങ് വീണു. അതായത് ഇടിഞ്ഞങ്ങിരുന്നു. അതായത് ക്ഷീണിതമാകുമ്പോഴത്തേക്കും നമ്മൾ സ്വാഭാവികമായിട്ട് ചെന്ന് ബെഞ്ചിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? അങ്ങ് വീഴാറുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു? തരുൺ ചെന്നങ്ങ് എന്ത് ചെയ്തു? വീണങ്ങിരുന്നു. ആൻഡ് സ്റ്റാർട്ടഡ് പാൻറ്റിങ് ഹെവിലി. എന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? സ്റ്റാർട്ടഡ് പാൻറ്റിങ് ഹെവിലി. ഭയങ്കരമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? കിതയ്ക്കാനായിട്ട് തുടങ്ങി. സോ തരുൺ തൻ്റെ ടെർമിനൽ എക്സാമിനേഷൻസിൽ പരാജയപ്പെട്ടു. അച്ഛൻ അവനോട് വഴക്കിട്ടു. അവൻ്റെ സുഹൃത്തുക്കളൊക്കെ അവനെ കളിയാക്കി. വളരെയധികം സങ്കടം തോന്നി തരുണിന്. സ്വാഭാവികമായിട്ടും സങ്കടം തോന്നുന്ന സന്ദർഭങ്ങളിൽ തരുൺ ചെയ്യാറുള്ളത് പോലെ എന്ത് ചെയ്തു? അവൻ ഓടാൻ തീരുമാനിച്ചു. അങ്ങനെ തരുൺ പാർക്കിന് ചുറ്റും എന്ത് ചെയ്തു? ഓടി ക്ഷീണിതനായിട്ട് എന്ത് ചെയ്യുകയാണ്? ഇതാ പാർക്കിലുള്ള ബെഞ്ചിലേക്ക് വന്ന് എന്ത് ചെയ്യുകയാണ്? ഇടിഞ്ഞിരിക്കുകയാണ്. സഡൻലി ഹി ഹേർഡ് എ വോയിസ് അറ്റ് ഹിസ് എൽബോ. "What is it, son?"
Tarun turned to his left, and there sat a man of about 60. I failed in 2 subjects, he replied in a depressed tone. The man smiled sympathetically and said, "Life is full of ups and downs, my boy. By the way, I am Ram Narayan, and you are one of the best runners I have ever seen." Ram Narayan? Ram Narayan? Are you the same Ram Narayan who won the Olympic medal in the 400-meter race in the 1960s? Tarun could not hide his excitement. അങ്ങനെ തരുൺ വളരെ ക്ഷീണിതനായിട്ട് ആ ബെഞ്ചിലിരിക്കുകയായിരുന്നു. സഡൻലി ഹി ഹേഡ് എ വോയിസ് അറ്റ് ഹിസ് എൽബോ. പെട്ടെന്ന് അവനൊരു ശബ്ദം കേട്ടു. അറ്റ് ഹിസ് എൽബോ, അവൻ്റെ കൈമുട്ടിൻ്റെ അടുത്ത് നിന്ന് അവൻ എന്ത് ചെയ്തു, ഒരു ശബ്ദം കേട്ടു. വാട്ട് ഈസ് ഇറ്റ് സൺ? എന്തു പറ്റി മകനെ എന്നായിരുന്നു ആ ശബ്ദം. തരുൺ ടേൺ ടു ഹിസ് ലെഫ്റ്റ് ആൻഡ് ദെയർ സാറ്റ് എ മാൻ ഓഫ് അബൌട്ട് 60. അങ്ങനെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തരുൺ എന്ത് ചെയ്തു, തിരിഞ്ഞു നോക്കി. ഹി ടേൺഡ് ടു ഹിസ് ലെഫ്റ്റ്, തൻ്റെ ഇടത് ഭാഗത്തേക്ക്, അവിടെ നിന്നാണ് ശബ്ദം കേട്ടത്. തരുൺ എന്ത് ചെയ്തു, ഒന്ന് മുഖം തിരിച്ചു നോക്കി. ആൻഡ് ദെയർ സാറ്റ് എ മാൻ ഓഫ് അബൌട്ട് 60. അവിടെ ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ടായിരുന്നു. എ മാൻ ഓഫ് അബൌട്ട് 60, ഏകദേശം 60 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു മനുഷ്യൻ എവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു? തരുണിൻ്റെ ഇടത് ഭാഗത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തരുൺ മറുപടി പറഞ്ഞു, വളരെ സങ്കടത്തോടു കൂടിയാണ്. ഐ ഫെയിൽഡ് ഇൻ 2 സബ്ജക്ട്സ്, ഹി റിപ്ലൈഡ് ഇൻ എ ഡിപ്രസ്ഡ് ടോൺ. വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള, വളരെ സങ്കടകരമായിട്ടുള്ള ഒരു ടോണിലാണ് തരുൺ മറുപടി പറഞ്ഞത്. വളരെ വിഷമത്തോടു കൂടി മറുപടി പറഞ്ഞു. ഐ ഫെയിൽഡ് ഇൻ 2 സബ്ജക്ട്സ്, 2 വിഷയങ്ങളിൽ ഞാൻ എന്ത് ചെയ്തു പോയി, ആ പരീക്ഷയ്ക്ക് തോറ്റുപോയി. ദ മാൻ സ്മൈൽഡ് സിമ്പതറ്റിക്കലി ആൻഡ് സെഡ്. ഇത് കേട്ടപ്പോൾ ആ മനുഷ്യൻ എന്ത് ചെയ്തു, ഒന്ന് പുഞ്ചിരിച്ചു. സിമ്പതറ്റിക്കലി, വളരെ സഹാനുഭൂതിയോടുകൂടി, അയ്യോ പാവം എന്നുള്ള തരത്തിൽ എന്ത് ചെയ്തു, ഒന്ന് ചിരിച്ചു. ആൻഡ് സെഡ്, എന്നിട്ട് പറഞ്ഞു തരുണിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്, ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് മൈ ബോയ്. ഈ ജീവിതം എന്ന് പറയുന്നത് കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെയുള്ള ഒരു സംഗതിയാണ്. സന്തോഷവും സങ്കടവും ഒക്കെയുള്ള ഒരു സംഗതിയാണ്. ചിലപ്പോൾ കയറ്റങ്ങളുണ്ടാകും, ചിലപ്പോൾ എന്ത് ചെയ്യും, ഇറക്കങ്ങളുണ്ടാകും. എല്ലായ്പ്പോഴും സന്തോഷം മാത്രമായിരിക്കില്ല. അത് സന്തോഷവും സങ്കടവും ഒക്കെ എന്താണ്, ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ജീവിതം എന്ന് പറയുന്നത്. ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. അപ്സും ഡൗൺസും എന്തിലുണ്ടാവും, ജീവിതത്തിൽ ഉണ്ടാവും. സന്തോഷവും സങ്കടവും ഒക്കെ എന്ത് ചെയ്യും, ജീവിതത്തിലുണ്ടാവും. ബൈ ദ വേ, കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിലും, ഐ ആം രാം നാരായൺ, എൻ്റെ പേര് രാം നാരായൺ എന്നാണ്. ആൻഡ് യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ് റണ്ണേഴ്സ് ഐ ഹാവ് എവർ സീൻ. മാത്രമല്ല, അദ്ദേഹം ഒരു കോംപ്ലിമെൻ്റ് കൂടി നടത്തുകയാണ്, ഒന്ന് പുകഴ്ത്തുക കൂടി ചെയ്യുകയാണ് തരുണിനെ. യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ് റണ്ണേഴ്സ് ഐ ഹാവ് എവർ സീൻ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച റണ്ണർമാരിൽ ഒരാളാണ്, ഓട്ടക്കാരന്മാരിൽ ഒരാളാണ് നീ എന്ന് രാംനാരായൺ എന്ന് പറയുന്ന ആ വ്യക്തി ആരോട് പറയുകയും ചെയ്യുകയാണ്, തരുണിനോട് പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ രാംനാരായൺ അദ്ദേഹം പേര് പറഞ്ഞിരിക്കുകയാണ്. തൻ്റെ പേര് രാംനാരായൺ എന്നാണെന്ന് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുകയാണ്, പറഞ്ഞിരിക്കുകയാണ്. ആ പേരിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ആ പേര് തരുൺ മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടായിരുന്നു. തരുൺ അത്ഭുതപ്പെട്ടു. രാംനാരായൺ? രാംനാരായണോ? രാംനാരായൺ? ആർ യു ദ സെയിം രാംനാരായൺ ഹു വൺ ദി ഒളിമ്പിക് മെഡൽ ഇൻ ദി 400-meter റേസ് ഇൻ 1960s? 1960 ഒളിമ്പിക്സിൽ 400 മീറ്റർ ഓട്ടത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ അതേ രാംനാരായൺ ആണോ താങ്കൾ? തരുണിന് അത്ഭുതം അടക്കാനായില്ല. തരുൺ കുഡ് നോട്ട് ഹൈഡ് ഹിസ് എക്സൈറ്റ്മെൻറ്റ്. തരുണിന് തൻ്റെ എക്സൈറ്റ്മെൻറ്റിനെ, തൻ്റെ അതിശയത്തെ എന്ത് ചെയ്യാനായില്ല, അടക്കാനായില്ല. ആ പേര് കേട്ടപ്പോൾ തരുൺ അത്ഭുതപ്പെട്ടു. ഈ പേര് തരുൺ മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടായിരുന്നു. 1960 ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഒരു രാംനാരായൺ ഉണ്ടായിരുന്നു. അതേ രാംനാരായൺ ആണോ താങ്കൾ എന്ന് ആരോട് ചോദിക്കുകയാണ്. യെസ്, തരുൺ ആ വ്യക്തിയോട്, തന്നോട് കുശലാന്വേഷണം നടത്തിയ 60 വയസ്സ് പ്രായം തോന്നിയ വ്യക്തിയോട് എന്ത് ചെയ്യുകയാണ്, ചോദിക്കുകയാണ്. Yes, Pat came the reply. Tarun was dazzled. Son, I have been watching you for the past 45 minutes, continued Ramnarayan. I see a good future in you. അപ്പോൾ തരുണിൻ്റെ ചോദ്യം കേട്ടപാടെ മറുപടി നിന്ന് രാംനാരായൺ പറഞ്ഞു, യെസ്, പാറ്റ് കെയിം ദ റിപ്ലൈ. പാറ്റ് മീൻസ് സഡൻലി എന്നാണ് അവിടുത്തെ അർത്ഥം കേട്ടോ. പാറ്റ് കെയിം ദ റിപ്ലൈ. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, മറുപടി വന്നു. അതെ, നീ ഉദ്ദേശിച്ച രാംനാരായൺ ഞാൻ തന്നെയാണ്. അതേ രാംനാരായൺ തന്നെയാണ് ഈ രാംനാരായൺ. തരുൺ വാസ് ഡാസിൽഡ്. തരുണിന് അത്യധികം സന്തോഷം എന്ത് ചെയ്തു തോന്നി, വളരെയധികം എന്ത് തോന്നി, സന്തോഷം തോന്നി. സൺ, ഐ ഹാവ് ബീൻ വാച്ചിങ് യു ഫോർ ദ പാസ്റ്റ് 45 minutes. എന്നിട്ട് രാംനാരായൺ തുടരുകയാണ് കേട്ടോ. കണ്ടിന്യൂഡ് രാംനാരായൺ ഇങ്ങനെ പറയുകയാണ്, സൺ, മകനെ, ഐ ഹാവ് ബീൻ വാച്ചിങ് യു ഫോർ ദി പാസ്റ്റ് 45 minutes. കഴിഞ്ഞ 3/4 മണിക്കൂറായിട്ട്, കഴിഞ്ഞ 45 മിനിറ്റുകളായിട്ട് ഞാൻ നിൻ്റെ ഓട്ടം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും, ആൻഡ് ഐ സീ എ ഗുഡ് ഫ്യൂച്ചർ ഇൻ യു. ഞാൻ നിന്നിൽ എന്ത് കാണുന്നുണ്ട്, നല്ലൊരു ഭാവി കാണുന്നുണ്ട്. അതായത് നല്ല ഒരു ഓട്ടക്കാരനായിട്ട് മാറാനുള്ള ഒരു കഴിവ് ആർക്കുണ്ട്, നിനക്കുണ്ട് എന്ന് ആരോട് പറയുകയാണ്, രാംനാരായൺ നമ്മുടെ തരുണിനോട്
പറയുകയാണ്. അപ്പോൾ രാംനാരായൺ എന്ന് പറയുന്ന ഒരു ഒളിമ്പിക് മെഡൽ ജേതാവിനെയാണ് തരുൺ എവിടെ വെച്ച് കണ്ടുമുട്ടിയത്? ആ പാർക്കിലെ ബെഞ്ചിൽ വെച്ച് എന്ത് ചെയ്തത്? കണ്ടുമുട്ടിയത്. അപ്പോൾ തരുണിൻ്റെ ഓട്ടം കണ്ടപ്പോൾ രാംനാരായൺ അത് ഇഷ്ടപ്പെടുകയും അദ്ദേഹം തരുണിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. അങ്ങനെ രാംനാരായണൻ്റെ കോംപ്ലിമെൻറ്റ് കേട്ടപ്പോൾ തരുൺ കുഡ് നോട്ട് ഹെൽപ്പ് ബട്ട് ബ്ലഷ്. തരുണിന് ബ്ലഷ് ചെയ്യാതിരിക്കാൻ സാധിച്ചില്ല. ബ്ലഷ് ചെയ്യുക മീൻസ് സന്തോഷം കൊണ്ട് മുഖമൊക്കെ ചുവന്ന് തുടുക്കുന്നതിനെയാണെന്ന് പറയുന്നത് ബ്ലഷ് എന്ന് പറയുന്നത്. സോ തരുൺ കുഡ് നോട്ട് ഹെൽപ്പ് ബട്ട് ബ്ലഷ്. തരുണിൻ്റെ മുഖമൊക്കെ എന്ത് ചെയ്തു? സന്തോഷം കൊണ്ട് എന്ത് ചെയ്തു? തുടുത്തു. കാര്യം ഒളിമ്പിക് മെഡൽ ജേതാവായിട്ടുള്ള ആരാണ്? രാംനാരായണിൽ നിന്നാണ് തനിക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? ഒരു കോംപ്ലിമെൻറ്റ്, ഒരു പുകഴ്ത്തൽ എന്ത് ചെയ്തിരിക്കുന്നത്? കിട്ടിയിരിക്കുന്നത്. All you need to do is keep that passion burning in you and never give up. Have you joined some training school? The man inquired. അപ്പോൾ രാംനാരായൺ വീണ്ടും തരുണിനോട് സംസാരിക്കുകയാണ് കേട്ടോ. All you need to do is keep that passion burning in you and never give up. All you need to do, നീ ചെയ്യേണ്ടുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ is keep that passion burning in you. ആ പാഷൻ, ആ വികാരം, എന്ത് വികാരം? ആ ഓട്ടത്തോടുള്ള ആ ഒരു വികാരം ഉണ്ടല്ലോ, നിൻ്റെ ആ ഇഷ്ടം ഉണ്ടല്ലോ, അത് നിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കട്ടെ? ആ ബേണിങ് ഇൻ യു, നിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കട്ടെ? ഇങ്ങനെ അണയാതെ കത്തിക്കൊണ്ടിരിക്കട്ടെ. ആൻഡ് നെവർ ഗിവ് അപ്പ്. ഒരിക്കലും എന്ത് ചെയ്യരുത്? ഗിവ് അപ്പ് ചെയ്യരുത്. മീൻസ് ആ പാഷനെ നീ എന്ത് ചെയ്ത് കളയരുത്? ഉപേക്ഷിച്ച് കളയരുത്. എന്നിട്ടൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ് രാംനാരായൺ തരുണിനോട്. ഹാവ് യു ജോയിൻഡ് സം ട്രെയിനിങ് സ്കൂൾ? ദ മാൻ ഇൻക്വയർഡ്. ആ മനുഷ്യൻ എന്ത് ചെയ്തു? എൻക്വയർ ചെയ്തു. എൻക്വയർ ചെയ്യുക മീൻസ് അന്വേഷിക്കുക. ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. ദ മാൻ ആസ്ക്ഡ്, എന്താണ്? ഹാവ് യു ജോയിൻഡ് സം ട്രെയിനിങ് സ്കൂൾ? ഏതെങ്കിലും ട്രെയിനിങ് സ്കൂളിൽ, പരിശീലിപ്പിക്കുന്ന സ്കൂളിൽ നീ എന്ത് ചെയ്തിട്ടുണ്ടോ? ചേർന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യം കൂടി ആര് ചോദിക്കുകയാണ്? രാംനാരായൺ തരുണിനോട് ചോദിക്കുകയാണ്. തരുൺസ് സ്മൈൽ ഫെയ്ഡഡ് ആൻഡ് സീംഡ് ഡിസ്ട്രോട്ട്. A training school is very expensive, sir, and I am unemployed, said Tarun, feeling happy that he could joke even in these circumstances. സോ രാംനാരായണൻ്റെ ചോദ്യത്തിന് തരുൺ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്. തരുൺ സ്മൈൽ ഫെയ്ഡഡ്. തൻ്റെ ചോദ്യം കേട്ടപാടെ, രാംനാരായണൻ്റെ ചോദ്യം കേട്ടപാടെ തരുൺ സ്മൈൽ ഫെയ്ഡഡ്. തരുണിൻ്റെ മുഖത്തു നിന്ന് എന്ത് ചെയ്തു? ആ ചിരി എന്ത് ചെയ്തു? മാഞ്ഞു പോയി. മുഖപ്രസാദം നഷ്ടപ്പെട്ടു തരുണിൻ്റെ മുഖത്തു നിന്നും. ആൻഡ് ഹീ സീംഡ് ഡിസ്ട്രോട്ട്. അവനെന്താണ്? പ്രക്ഷുബ്ധനായി കാണപ്പെട്ടു. പെട്ടെന്ന് തന്നെ അവൻ സംക്ഷുബ്ധനായിട്ട് മാറി. എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിലേക്ക് എന്തുവെന്ന് നിറഞ്ഞു? സങ്കടം എന്ന് നിറഞ്ഞു ആ ചോദ്യം കേട്ടപ്പോൾ. എന്നിട്ട് അവൻ മറുപടി പറയുകയാണ് ആ ചോദ്യത്തിന്. എ ട്രെയിനിങ് സ്കൂൾ ഈസ് വെരി എക്സ്പെൻസീവ്, സാർ. ട്രെയിനിങ് സ്കൂൾ എന്ന് പറഞ്ഞാൽ, ട്രെയിനിങ് സ്കൂളിൽ ചേരുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്, ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി. ഭയങ്കര പണച്ചെലവുള്ള കാര്യമാണ്. അതിനുള്ള പൈസയൊന്നും നമുക്കില്ല. എന്നിട്ട് അവൻ മറുപടി പറയുകയാണ്. ആൻഡ് ഐ ആം അൺഎംപ്ലോയിഡ്. മാത്രമല്ല എനിക്ക് ജോലിയൊന്നുമില്ല. നോക്കണേ, എത്ര വയസ്സുള്ള കുട്ടിയാണ് അങ്ങനെ പറയുന്നത്? എനിക്ക് ജോലിയൊന്നുമില്ല. അത് അവനൊരു തമാശയ്ക്ക് വേണ്ടി പറഞ്ഞാണ്. സാധാരണ വലിയ ആൾക്കാരൊക്കെയാണ് പറയുന്നത് ഞാൻ അൺഎംപ്ലോയിഡ് ആണ്. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത് ആൻഡ് ഐ ആം അൺഎംപ്ലോയിഡ്. അതൊരു തമാശ രൂപേണയാണ് അവൻ എന്ത് ചെയ്തത്? പറഞ്ഞത്. അപ്പോൾ വിഷമം ഉണ്ടെങ്കിലും ആ വിഷമത്തിൽ നിന്നുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യുകയാണ്? ഒരു തമാശ പൊട്ടിക്കുകയാണ് ചെയ്തത്. സെഡ് തരുൺ പറഞ്ഞു. എങ്ങനെയാണ് പറഞ്ഞത്? ഫീലിംഗ് ഹാപ്പി ദാറ്റ് ഹീ കുഡ് ജോക്ക് ഈവൻ ഇൻ ദീസ് സർക്കംസ്റ്റാൻസസ്. ഇത്തരം വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ പോലും, സർക്കംസ്റ്റാൻസുകളിൽ പോലും തനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? ജോക്ക് പറയാനായിട്ട്. ഏതുപോലത്തെ തമാശ? ഐ ആം അൺഎംപ്ലോയിഡ്, അല്ലേ? എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല, ഞാൻ ജോലി കിട്ടാത്ത ഒരാളാണ് എന്നുള്ള തരത്തിലൊക്കെ തമാശ പറയാനായിട്ട് ഇത്തരം സാഹചര്യങ്ങളിൽ പോലും തനിക്ക് സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യത്തിൽ ഒരു സന്തോഷം തോന്നിക്കൊണ്ടാണ് തരുൺ എന്തെന്ന് പറഞ്ഞത്? മറുപടി പറഞ്ഞത്. എന്തായിരുന്നു മറുപടി? എ ട്രെയിനിങ് സ്കൂൾ ഈസ് വെരി എക്സ്പെൻസീവ്, സാർ, ആൻഡ് ഐ ആം അൺഎംപ്ലോയിഡ്, സെഡ് തരുൺ, ഫീലിംഗ് ഹാപ്പി ദാറ്റ് ഹി കുഡ് ജോക്ക് ഇൻ ദീസ് സർക്കംസ്റ്റാൻസസ്. ഇത്തരം വേദനാജനകമായ അല്ലെങ്കിൽ സങ്കടകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പോലും തനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? തമാശ പറയാൻ സാധിക്കുന്നു എന്നുള്ള കാര്യത്തിലൊരു ചെറിയ സന്തോഷവും തരുണിൻ്റെ സംസാരത്തിലുണ്ടായിരുന്നു. ബട്ട് രാംനാരായൺ സീംഡ് പ്രെറ്റി സീരിയസ്. പക്ഷേ രാംനാരായൺ അതൊരു ജോക്കായിട്ടൊന്നും എടുത്തില്ല. രാംനാരായൺ സീരിയസ് ആയിട്ടാണ് സംസാരിച്ചത്, വളരെ ഗൗരവതരമായിട്ടാണ് സംസാരിച്ചത്. ഐ വിൽ ട്രെയിൻ യു ഇഫ് യു വാണ്ട്. രാംനാരായൺ വളരെ ഗൗരവത്തോടുകൂടി പറഞ്ഞു, ഐ വിൽ ട്രെയിൻ യു ഇഫ് യു വാണ്ട്. നിനക്ക് വേണമെങ്കിൽ ഞാൻ നിന്നെ എന്ത് ചെയ്യാം? ട്രെയിൻ ചെയ്യാം, പരിശീലിപ്പിക്കാം. ബട്ട് ഐ പുട്ട് ഫോർവേഡ് വൺ കണ്ടീഷൻ. പക്ഷേ ഞാൻ നിൻ്റെ മുന്നിലേക്ക് ഒരു കണ്ടീഷൻ എന്ത് ചെയ്യുകയാണ്? മുന്നോട്ട് വയ്ക്കുകയാണ്. ഒരു നിബന്ധന ഞാൻ നിൻ്റെ മുന്നിലേക്ക് എന്ത് ചെയ്യുകയാണ്? വയ്ക്കുകയാണ്. ആ നിബന്ധന പാലിക്കാമെങ്കിൽ ഞാൻ നിന്നെ എന്ത് ചെയ്യും? ട്രെയിൻ ചെയ്യും. 1960 ഒളിമ്പിക് മെഡൽ നേടിയ, ഒളിമ്പിക് മെഡൽ ജേതാവായിട്ടുള്ള രാംനാരായണാണ് തരുണിനോട് പറയുന്നത്. ഒരു വല്ലാത്ത ഓഫർ നിൻ്റെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. വാട്ട് ഈസ് യുവർ കണ്ടീഷൻ? തരുൺസ് വോയിസ് ഷോഡ് ക്യൂരിയോസിറ്റി ആൻഡ് ആങ്സൈറ്റി. തരുൺ വളരെ ക്യൂരിയസ് ആയിട്ട്, വളരെ ആങ്ഷ്യസ് ആയിട്ട്, ക്യൂരിയോസിറ്റിയോടുകൂടി, കൗതുകത്തോടുകൂടി, വളരെ ആങ്സൈറ്റിയോടുകൂടി, ആകാംക്ഷയോടുകൂടി, ജിജ്ഞാസയോടുകൂടി ചോദിച്ചു, വാട്ട് ഈസ് യുവർ കണ്ടീഷൻ, സാർ? എന്താണ് താങ്കളുടെ നിബന്ധന? താങ്കൾ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധന എന്താണ് എന്ത് ചെയ്തു? തരുണ് ചോദിക്കുകയാണ് നമ്മുടെ രാംനാരായണനോട്. അപ്പോൾ രാംനാരായൺ മറുപടി പറയുകയാണ്. തൻ്റെ നിബന്ധന മുന്നിലേക്ക് രാംനാരായൺ എന്ത് ചെയ്യണം? വയ്ക്കുകയാണ്.
There is a race on Children's Day at Nehru Stadium. Children of your age are competing there. If you participate and win that race, I promise I will start training you, said Ram Narayan. അപ്പോൾ ഇതായിരുന്നു കണ്ടീഷൻ, ഇത്രയേ ഉള്ളൂ. ദർ ഈസ് എ റേസ് ഓൺ ചിൽഡ്രൻസ് ഡേ അറ്റ് നെഹ്റു സ്റ്റേഡിയം. നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് ശിശുദിനത്തിൻ്റെ അന്ന്, ചിൽഡ്രൻസ് ഡേയുടെ അന്ന് ദർ ഈസ് എ റേസ്, ഒരു ഓട്ട മത്സരമുണ്ട്. ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് ആർ കോമ്പീറ്റിംഗ് ദെയർ. നിൻ്റെ പ്രായത്തിലുള്ള കുട്ടികളാണ്, അതായത് തരുണിൻ്റെ പ്രായത്തിലുള്ള കുട്ടികളാണ് അവിടെ എന്ത് ചെയ്യാൻ വരുന്നത്, കോമ്പീറ്റ് ചെയ്യാനായിട്ട് വരുന്നത്, മീൻസ് മത്സരിക്കാൻ വേണ്ടി വരുന്നത്. ഇഫ് യു പാർട്ടിസിപ്പേറ്റ് ആൻഡ് വിൻ ദ റേസ്, നീ ആ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പങ്കെടുത്ത് ആൻഡ് വിൻ ദ റേസ്, ആ റേസിൽ, ആ ഓട്ട മത്സരത്തിൽ വിജയിക്കുകയാണെങ്കിൽ, കിരീടം ചൂടുകയാണെങ്കിൽ, ഐ പ്രോമിസ്, ഞാനിതാ നിനക്ക് വാക്ക് തരുന്നു, ഐ വിൽ സ്റ്റാർട്ട് ട്രെയിനിങ് യു, ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യുന്നത് ആരംഭിക്കും, ഞാൻ നിന്നെ പരിശീലിപ്പിക്കാനായിട്ട് ആരംഭിക്കും. ഇതാണ് രാം നാരായൺ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധന എന്നെന്ത് ചെയ്യുന്നത് പറയുന്നത്. സെഡ് രാം നാരായൺ. രാം നാരായൺ എന്ത് ചെയ്തു, പറഞ്ഞ് നിർത്തി. അപ്പോൾ ശിശുദിനത്തിൻ്റെ അന്ന് നടക്കുന്ന റേസിൽ പങ്കെടുത്ത് വിജയിക്കുക എന്നുള്ളതായിരുന്നു രാം നാരായൺ തരുണിൻ്റെ മുന്നിലേക്ക് വെച്ച നിബന്ധന എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നോ ബിഗ് ഡീൽ, ഐ ക്യാൻ ഡു ഇറ്റ്, ക്യാൻറ്റ് ഐ, തോട്ട് തരുൺ. I will sir, he heard himself saying with complete conviction. ദാറ്റ് ഈസ് നോ ബിഗ് ഡീൽ. തരുൺ പറയുകയാണ്, ചിന്തിക്കുകയാണ് അവനിങ്ങനെ മനസ്സിൽ. ദാറ്റ് ഈസ് നോ ബിഗ് ഡീൽ, അതൊരു വലിയ കാര്യമേ ഇല്ല. ഐ ക്യാൻ ഡു ഇറ്റ്, ക്യാൻറ്റ് ഐ, എനിക്കത് ചെയ്യാൻ കഴിയില്ലേ, തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയും. തോട്ട് തരുൺ ഉള്ളിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ട് അവൻ പുറത്ത് പറയുകയാണ്, രാംനാരായണനോട് പറയുകയാണ്, ഐ വിൽ സാർ, ഉറപ്പായിട്ടും ഞാൻ ചെയ്യും സാർ, ഉറപ്പായിട്ടും ഞാൻ എന്ത് ചെയ്യും, പങ്കെടുത്തിരിക്കും, വിജയിച്ചിരിക്കും. ഹി ഹേർഡ് ഹിംസെൽഫ് സെയിങ് വിത്ത് കംപ്ലീറ്റ് കൺവിക്ഷൻ. അവൻ പരിപൂർണമായിട്ടുള്ള കൺവിക്ഷനോടുകൂടിയാണ് ആ വാക്ക് എന്ത് ചെയ്തത്, പറഞ്ഞത്. ഐ വിൽ എന്ന് പറഞ്ഞത് എങ്ങനെയായിരുന്നു? യെസ്, ഹി സെഡ് ഇറ്റ് വിത്ത് കംപ്ലീറ്റ് കൺവിക്ഷൻ. കൺവിക്ഷൻ മീൻസ് ദൃഢ നിശ്ചയം, നിശ്ചയിച്ചുറപ്പിച്ചതുപോലെയാണ് ആര് പറഞ്ഞത്, തരുൺ പറഞ്ഞത്. ഉറപ്പായിട്ടും ഞാൻ എന്ത് ചെയ്തിരിക്കും, ജയിച്ചിരിക്കും. അപ്പോൾ രാംനാരായൺ മറുപടി പറയുകയാണ്, ഫൈൻ ബോയ്, it is my job to get you entry in the race and remember yours to win it. Tell me, what is your name? asked Ram Narayan. Tarun Kapoor sir. Yes. Fine boy. അവൻ്റെ ദൃഢനിശ്ചയത്തോടു കൂടിയുള്ള മറുപടി കേട്ടപ്പോൾ നമ്മുടെ രാംനാരായൺ തിരിച്ചു പറയുകയാണ്, ഫൈൻ ബോയ്, മിടുമിടുക്കൻ. ഇറ്റ് ഈസ് മൈ ജോബ് ടു ഗെറ്റ് യു എൻട്രി ഇൻ ദ റേസ്. നീ ജോലി എനിക്ക് വിട്ടേരെ. എന്ത് ജോലിയാണ്? ആ റേസിലേക്കുള്ള പാർട്ടിസിപ്പേഷൻ എൻട്രൻസ്, അതായത് ആ റേസിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാസ്, അതിൻ്റെ കാര്യം നീ എനിക്ക് എന്ത് ചെയ്തേരെ, വിട്ടേരെ. ഇറ്റ് ഈസ് മൈ ജോബ് ടു ഗെറ്റ് യു എൻട്രി ഇൻ ദ റേസ്. അപ്പോൾ റേസിൽ നിന്നെ പങ്കെടുപ്പിക്കുക എന്നുള്ള ജോലി എൻ്റേതാണ്, അതെന്ത് ചെയ്തേരെ, എനിക്ക് വിട്ടേരെ. ആൻഡ് യുവേഴ്സ്, നിൻ്റെ ജോലി എന്താണെന്ന് പറഞ്ഞാൽ ടു വിൻ ഇറ്റ്, ആ റേസിൽ എന്ത് ചെയ്യുക, കിരീടം ചൂടുക, ആ റേസ് ജയിക്കുക എന്നുള്ളതാണ്. ടെൽ മീ, വാട്ട് ഈസ് യുവർ നെയിം? ആസ്ക്ഡ് രാംനാരായൺ. എന്നിട്ട് അവസാനം രാംനാരായൺ അവനോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് യുവർ നെയിം, നിൻ്റെ പേര് എന്താണ്? അപ്പോൾ തരുൺ മറുപടി പറയുകയാണ്, തരുൺ കപൂർ സാർ, എൻ്റെ പേരെന്താണ്? അതായത് തരുൺ കപൂർ, മുഴുവൻ പേര്. തരുൺ, ഐ വിൽ മീറ്റ് യു ഹിയർ ആഫ്റ്റർ 5 days to give you your participation card. All the best, said Ram Narayan and left. On the way home, Tarun thought that if his father had not scolded him, he wouldn't have got this opportunity. അങ്ങനെ തരുണിൻ്റെ പേര് കേട്ടു. അപ്പോൾ തിരിച്ച് രാംനാരായൺ മറുപടി പറയുകയാണ്, തരുൺ, ഐ വിൽ മീറ്റ് യു ഹിയർ ആഫ്റ്റർ 5 days. കൃത്യം ഇതേ സ്ഥലത്ത് 5 ദിവസത്തിന് ശേഷം നമ്മൾ തമ്മിൽ എന്ത് ചെയ്യും, കണ്ടുമുട്ടും. ഇതിന് വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? ടു ഗിവ് യു യുവർ പാർട്ടിസിപ്പേഷൻ കാർഡ്. നിനക്ക് ആ പാർട്ടിസിപ്പേഷൻ കാർഡ് തരുന്നതിന് വേണ്ടി, എവിടത്തേക്കുള്ള, ചിൽഡ്രൻസ് ഡേയിൽ നടത്തപ്പെടുന്ന റേസിലേക്കുള്ള പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധാരണ പാർട്ടിസിപ്പൻസിന്, അതായത് മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്ന ആ കാർഡ്, നിൻ്റെ പേര് കൊത്തിയ കാർഡ് നിനക്ക് എന്ത് ചെയ്യുന്നതിന് വേണ്ടി, നിൻ്റെ പേര് പ്രിൻ്റ് ചെയ്തിട്ടുള്ള കാർഡ് നിനക്ക് തരുന്നതിന് വേണ്ടി 5 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇവിടെ വരും, നീ ഇവിടെ എന്ത് ചെയ്യണം, കാണണം. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ എല്ലാ ഭാവുകങ്ങളും എന്ത് ചെയ്യുന്നു, നേരുന്നു. സെഡ് രാംനാരായൺ ആൻഡ് ലെഫ്റ്റ്. ഇതും പറഞ്ഞുകൊണ്ട് രാംനാരായൺ എന്ത് ചെയ്തു, അവിടെ നിന്ന് എന്ത് ചെയ്തു, പോയി. ഓൺ ദ വേ ഹോം, അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ തരുൺ എന്ത് ചെയ്തു, വീട്ടിലേക്ക് പോവുകയാണ്. തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ തരുൺ തോട്ട് ദാറ്റ്, തരുൺ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എന്താണ്, ഇഫ് ഹിസ് ഫാദർ ഹാഡ് നോട്ട് സ്കോൾഡഡ് ഹിം, തൻ്റെ പിതാവ് തന്നെ എന്ത് ചെയ്തിരുന്നില്ലായിരുന്നുവെങ്കിൽ, ഹാഡ് നോട്ട് സ്കോൾഡഡ് ഹിം, വഴക്ക് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ, ഹി വുഡൻറ്റ് ഹാവ് ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി, ഈ ഒരു അവസരം, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആർക്ക് ലഭിക്കുമായിരുന്നില്ല, തരുണിന്, അതായത് തനിക്ക് എന്ത് ചെയ്യുമായിരുന്നില്ല, ലഭിക്കുമായിരുന്നില്ലല്ലോ എന്നുള്ള കാര്യവും ചിന്തിച്ചുകൊണ്ട് തരുൺ എന്ത് ചെയ്യുകയാണ്, നടന്ന് പോവുകയാണ് വീട്ടിലേക്ക്. അപ്പോൾ അന്നത്തെ ദിവസം തുടങ്ങിയത് വളരെ സങ്കടകരമായിട്ടായിരുന്നുവെങ്കിലും വളരെ ശുഭകരമായിട്ടാണ് അന്നത്തെ ദിവസം എന്ത് ചെയ്തത്, അവസാനിച്ചത് തരുണിനെ സംബന്ധിച്ചിടത്തോളം. പരീക്ഷയ്ക്ക് തോറ്റതിന് സുഹൃത്തുക്കളെ കളിയാക്കി, അച്ഛൻ വഴക്ക് പറഞ്ഞു. അങ്ങനെ ഈ ദേഷ്യവും വിഷമവും എല്ലാം കളയുന്നതിന് വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു, ഓടാൻ തീരുമാനിച്ചു.
എന്നാൽ അവൻ ഓടുന്നത് കണ്ടുകൊണ്ട് രാംനാരായൺ എന്ന് പറയുന്ന അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മേഖലയിൽ നിന്നുള്ള ഒരു മനുഷ്യൻ എന്ത് ചെയ്തു വന്ന് അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യത്തിലേക്ക് അവൻ എന്ത് ചെയ്യുകയും ചെയ്തു, ക്ഷണിക്കുകയും ചെയ്തു. അങ്ങനെ ആ ദിവസം ആരംഭിച്ചത് മോശമായിട്ടായിരുന്നുവെങ്കിലും ആ ദിവസം അവസാനിച്ചത് എങ്ങനെയായിരുന്നു? വളരെ ശുഭകരമായിട്ടായിരുന്നു ആ ദിവസം എന്ത് ചെയ്തത് അവസാനിച്ചത്. അപ്പോൾ ഇനി 5 ദിവസത്തിന് ശേഷം തരുണിനെ രാംനാരായൺ കണ്ടുമുട്ടാമെന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തരുൺ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമോ, തരുണിന് പാർട്ടിസിപ്പേഷൻ കാർഡ് കിട്ടുമോ, തരുൺ റേസിൽ വിജയിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിനി അടുത്ത ക്ലാസ്സിലായിരിക്കും ചർച്ച ചെയ്യുക. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച പാഠഭാഗങ്ങൾ വ്യക്തമായിട്ട് ഒന്ന് പുസ്തകത്തിൽ വായിച്ചു നോക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടുക. അതുപോലെ തന്നെ സൈഡ് ക്വസ്റ്റ്യൻസ്, ഇന്ന് പഠിപ്പിച്ചത് വരെയുള്ള ഭാഗത്തിൻ്റെ സൈഡ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക, അതിൻ്റെ ആൻസറുകൾ ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്റ്റോറിയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.